48 വയസ്സുള്ളൊരു ലേഡി, ഫ്രോസൺ ഷോൾഡറാണ്, സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഉണ്ട്, റേഡിക്കുലോപ്പത്തി, കഴുത്തുനിന്ന് കയ്യിലേക്ക് വേദന ഇറങ്ങുന്നുണ്ട്. കൺസൾട്ടേഷൻ വന്നു, ഓൺ ഗോയിങ് ട്രീറ്റ്മെൻറ്റിലാണ്, ബെറ്ററായി വരികയാണ്. പക്ഷേ ആൾ ഡയബറ്റിക് ആണ്. ഓക്കെ, റൂട്ടീൻ ചെക്കപ്പിൽ ഡയബറ്റീസ് ചെക്ക് ചെയ്ത സമയത്ത് RBS ഒരു 317 കണ്ടു, PPBS ഒരു 200 സംതിങ്ങിലേക്ക് എത്തി. നല്ല ഫുഡിലും കാര്യത്തിലൊക്കെ ഭയങ്കര കൺട്രോളാണ്. പക്ഷേ ഡയബറ്റീസ് എങ്ങനെ കൂടുന്നുള്ളത് അവർക്കറിയില്ല. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എടുത്ത സമയത്ത് നല്ല സ്ട്രെസ്ഡാണെന്ന് മനസ്സിലായി. ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ ഒക്കെ ഡയബറ്റീസിൻ്റെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ അവർ എടുക്കുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് ഡോക്ടർ കൺസൾട്ടേഷൻ വേണമെന്ന് ചോദിച്ചപ്പം ഞാനൊരിടത്ത് പറഞ്ഞു 1 വീക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യും, വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തിട്ട് മെഡിസിൻ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 1 വീക്കിലേക്ക് സ്ട്രെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെർബൽ മെഡിസിൻസ് കൊടുത്തു. കുറച്ച് മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഒരു മൈൻഡ് റിലാക്സിങ് ടെക്നിക്സ് എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് വീക്കിൽ വന്നിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ അവർ നെക്സ്റ്റ് വീക്കിൽ വന്നു. നോക്കിയ സമയത്ത് RBS 170 എത്തിയിട്ടുണ്ട്, PPBS ഒരു 140 ആ റേഞ്ചിലാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ 1 വീക്ക് കൊണ്ട് തന്നെ സ്ട്രെസ്സ് കുറഞ്ഞ സമയത്ത് ഡയബറ്റീസിൽ ഇത്രയും അധികം മാറ്റം വന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള കാരണം, സ്ട്രെസ്സ് എന്ന് പറയുന്നത് ഡയബറ്റീസിന് ഭയങ്കരമായിട്ടുള്ളൊരു വില്ലനാണ്. സ്ട്രെസ്സ് അധികമുള്ള ആൾക്കാരിൽ ഡയബറ്റീസ് പെട്ടെന്ന് റേസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല, നിങ്ങൾ എത്ര മെഡിസിൻ എടുത്തു കഴിഞ്ഞാലും, ഡയറ്റിങ് ചെയ്ത് കഴിഞ്ഞാലും, ഫുഡിൽ കൺട്രോൾ ചെയ്താലൊന്നും ഡയബറ്റീസ് കുറയാൻ സാധ്യത വളരെ കുറവാണ്. ഇങ്ങനത്തെ കേസുകളുടെ സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഡയബറ്റീസ് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ.